ആക്രമിക്കൂ, ആക്രമിക്കൂ. ഈ ഇരുമ്പ് മനുഷ്യന്റെ ആക്രമണത്തിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടുമില്ല, ഇനി രക്ഷപ്പെടുകയുമില്ല. അത് ഭയങ്കരമാണ്. ഇനി ഞാൻ നിന്നെ എപ്പോഴാണ് വിടാൻ പോകുന്നതെന്ന് അറിയാമോ? എനിക്ക് രാജാവിന്റെ കിരീടവും സിംഹാസനവും കിട്ടണം. ആ ദുഷ്ടൻ നമ്മുടെ സേനയെ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവനെ ആരാ രക്ഷിക്കാൻ പോകുന്നേ? രാജകുമാരിയെ ഞാൻ രക്ഷിക്കാം. നിങ്ങളുടെ മകൾ സീനിയെ സിംഹത്തെ പോലുള്ള ഒരുത്തനെ കൊണ്ട് രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു സിംഹത്തെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുപോവാ. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണിത്. എന്ന രാജ്യം ഭരിക്കുകയായിരുന്നു. രാജാവ് സിബു സർദാർ, പിന്നെ അദ്ദേഹത്തിന്റെ മകൾ രാജകുമാരി സേനിയ. ഇവരെല്ലാവരുടെ ശത്രുവർത്തനായിരുന്നു. അവനാണ് വൈക്കിംഗ്, ഇരുമ്പ് മനുഷ്യൻ. അവൻ രാജാ സിബോയെ അവിടെ നിന്ന് ഓടിപ്പിച്ചിട്ട് രാജ്യം മൊത്തം ഭരിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തോന്ന് ഇരുമ്പ് മനുഷ്യനോ? ആ പേര് കേൾക്കുമ്പോ തന്നെ പേര് തോന്നുന്നു. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇതിലൊരു നല്ല കാര്യമുണ്ട്. നമ്മളിപ്പോ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഐസ്ലാൻഡിലേക്കാ പോകുന്നത്. മാല എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകുന്നില്ല. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൻ ഇരുമ്പ് മനുഷ്യനാണെങ്കിൽ ഞാൻ ലാത്ത് വിശുന്നതിൽ അഗ്രകണ്ണിനാണ്. ലാത്ത് വെക്കൽ വീഴ്ചട്ടെ. കരാട്ടെ, നീ ലാത്തി ചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാത്തി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിടിക്കും. സാറ്, ഈ വൈക്കിംഗ് ഏത് രാജ്യത്തിലാ ഉള്ളത്? അയ്യോ കരാട്ടെ, അത് വൈക്കിംഗ് അല്ല, വൈക്കിംഗ്. കരാട്ടെ പല വർഷങ്ങൾക്ക് മുൻപ് സ്കാൻഡിനേവിയയില് വൈക്കിംഗ് എന്ന പേരുള്ള ധീരന്മാർ ജീവിച്ചിരുന്നു. അവരാരെ കൊണ്ടും പേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ല ബബ്ലി? സിംഗം, നീ പറഞ്ഞത് കറക്റ്റാണ് ബബ്ലി. ആ വൈക്കിംഗ് എങ്ങനെ ഉണ്ടാവുന്ന ഒന്ന് കാണിക്കേ. ശരാ, ബുക്കിൽ എന്തൊരു സാധനം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ശരാ, ഇതൊരു കിരീടം പോലെ മാറിയിരിക്കുകയാണല്ലോ. ആ വീരശൂരനായ സിംഹം എവിടുന്നാണ് വരുന്നത്? എന്റെ സീനിയെ രക്ഷിച്ചേ പറ്റൂ. ഞങ്ങളിവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല വന്നത്. സീമോ രാജാവേ, ഇവനെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇവനാണ് നിന്റെ സിംഹം. തീർച്ചയായിട്ടും നമ്മൾ ഈ വൈക്കിംഗ് പുസ്തകമാണ് അവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഏത് തരത്തിൽപ്പെട്ട സിംഹമാണ്? ഷടാ, ആ ഇരുമ്പ് മനുഷ്യന്റെ കയ്യിൽ നിന്ന് സീനിയെ രക്ഷിക്കാൻ എഴുതിയിരിക്കുന്ന സിംഹം ഇവൻ തന്നെയാ. ഇത് നമ്മളെ ബുക്കിൽ വായിച്ച ഇരുമ്പ് മനുഷ്യനാണ്. അതെ, ഇതാ ഇരുമ്പ് മനുഷ്യൻ തന്നെയാണ്. അവന് കുഞ്ഞുനാള് മുതൽ തന്നെ മറ്റുള്ളവരുടെ സാധനം തട്ടിപ്പറിക്കുന്ന ഒരു ഹരമാണ്. അവൻ എന്റെ ഒരേ ഒരു മകളായ സീനിയെ കടത്തിക്കൊണ്ടു പോയിരിക്കുക.
നിങ്ങളൊന്നും വിഷമിക്കണ്ട അങ്കിൾ. ശത്രുവിനോട് എതിർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ യംഗസ്റ്റ് സൂപ്പർ കപ്പ് ലിറ്റിൽ സിംഗത്തിന്റെ ഡ്യൂട്ടി. എല്ലാം അവൻ നോക്കിക്കോളും. ആ ഇരുമ്പ് മനുഷ്യല്ലേ, അവനെ ദാ ഇതുപോലെ ഇടിച്ച് ഇടിച്ച് പഞ്ചറാക്കി കളയും, പപ്പടം പോലെ പൊടിച്ചു കളയും. പിന്നെ അവൻ വരില്ല. ലഡു ഒന്നും മിണ്ടാതിരിക്കാം. കാര്യമായിട്ട് പറയാണോ ലിറ്റിൽ സിംഗം? എന്റെ മകളെ നീ രക്ഷിച്ചോണ്ട് വരൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് രാജകുമാരി സീനിയെ രക്ഷപ്പെടുത്താം. ഇത് ഈ സിംഹത്തിന്റെ ശബ്ദമാണ്. ഇനി ജയിലിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കും. എന്നെ ഈ നിമിഷം തന്നെ വിട്ടേക്ക്. വിട്. നീ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ആ വാല രാജ്യത്തിന്റെ രാജാവായി മാറണം. രാജാവ് മാത്രമല്ല, നിനക്കൊന്നും വൈക്കിംഗ് ആവാനും യോഗ്യതയില്ല. ഞാനാണ് വളരെ ശക്തിശാലിയായ വൈക്കിംഗ്. ഞാൻ രാജാവാകുന്നത് ആർക്കും ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല. ശത്രു അവിടെ തരിച്ചാണ്. പക്ഷെ നമ്മൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ ആ ഇരുമ്പ് മനുഷ്യനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ലിറ്റിൽ സിംഗം, ആ ഇരുമ്പ് മനുഷ്യൻ നമ്മുടെ ആയുധങ്ങളെല്ലാം തട്ടിപ്പറിക്കുകയാണ്. ആയുധങ്ങളൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ നമുക്ക് ആ ഏറ്റുമുട്ടാനാകും? ഇരുമ്പ് മനുഷ്യന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയൂ. നമുക്ക് കല്ല് കൊണ്ടുണ്ടാക്കിയ ആയുധം വെച്ച് യുദ്ധം ചെയ്യാം. ദാ ഇപ്പോ ഇവരാണ് ഇരുമ്പ് മനുഷ്യൻ. നിങ്ങളിപ്പോ എന്ത് ചെയ്യും? ആ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്നിട്ട് ആക്രമിക്കാം. രാജാവ് സിപ്പോയുടെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. അവന്റെ സേനയെ മുഴുവൻ ഒരു കൊച്ചു ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് 4 പേരിൽ കൂടി അറ്റാക്ക് ചെയ്യണം. ബബ്ലി, ലഡു, നിങ്ങൾ ചെന്ന് രാജകുമാരി സീനിയെ രക്ഷിക്കുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്ക്, രാജകുമാരി സീനിയ ആക്രമിക്കൂ. അറ്റാക്ക് ചെയ്യാൻ പാടില്ല. സീനിയ, ഇപ്പൊ നോക്കിക്കോ, ഈ ഇരുമ്പ് മനുഷ്യന്റെ കഴിവ് കാണിച്ചു തരാം. നിങ്ങൾ യുദ്ധം ചെയ്യൂ, ഞാൻ പോയി വാല എന്ന രാജ്യം പിടിച്ചടക്കാം. വാ. താങ്ക് യു. അത്രയും പെട്ടെന്ന് ആർക്കും ജയിക്കാനാവില്ലടാ. ഇപ്പൊ ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. നോക്കിക്കോ. ഇരുമ്പ് മനുഷ്യന്റെ ശിപ്പായികളുമായിട്ട് നമുക്ക് ഒരിക്കലും ഏറ്റുമുട്ടാൻ സാധിക്കില്ല. നമ്മൾ തോൽക്കുമെന്ന് തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും വീരന്മാരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നു? നല്ലോണം ആലോചിച്ച് നോക്ക്. ലിറ്റിൽ സിംഗം എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? ആ സൈനികരെ, ആദ്യം നിൽക്കൂ, പിന്നെ നോക്കൂ, എന്നിട്ട് ആക്രമിക്കൂ. ആക്രമിക്കൂ. പോലീസിന്റെ യൂണിഫോം സിംഹത്തിന്റെ ശക്തി. ഈ ഇരുമ്പ് മനുഷ്യനെ തോൽപ്പിച്ചേ പറ്റൂ. അതാ മാജിക് കഥകളി. മാജിക്
ഇരുമ്പ് മനുഷ്യനായിരുന്ന ഞാനിപ്പോ തുരുമ്പ് മനുഷ്യനായി തകിടം മറിഞ്ഞ് കിടക്കുകയാ. ഞങ്ങളുടെ ഈ വാലാവാല രാജ്യത്തെ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ലിറ്റിൽ സിംഗം ധീരനാണ്. ഇനി വൈക്കിങ്ങിന്റെ ഇതിഹാസത്തിൽ നിന്റെ പേര് തീർച്ചയായിട്ടും വെച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് കാര്യം ഓർമ്മയുണ്ടല്ലോ. നിൽക്കൂ, നോക്കൂ. അയ്യോ, എന്താ ഇത്? സാറിന് പെട്ടെന്ന് കാണാനില്ലായിരുന്നു. ഞങ്ങൾ വൈക്കിങ്സിന്റെ അടുത്ത് സിംഹത്തിന്റെ പവർ കാണിച്ചു കൊടുക്കാൻ പോയതാ. പപ്പു ഇപ്പൊ ക്ലാസ് ഫസ്റ്റ് ആണ്, അതുകൊണ്ട് പേര് സമ്മാനമായിട്ട് കൊടുക്കുന്നു. പപ്പു ഇപ്പൊ ക്ലാസ് ഫസ്റ്റ് ആണ്, അതുകൊണ്ട് പേര് സമ്മാനമായി കൊടുക്കുന്നു. മറ്റുള്ളവരുടെ ഉറക്കം നശിപ്പിക്കുന്നത് നമ്മുടെ കരാട്ടയുടെ കൂർക്കവലി മാത്രമാണ്. ശത്രുക്കളുടെ പാട് സ്വപ്നം ലിറ്റിൽ സിംഗം. Paparazzi problem.